Welcome to Quantum Mechanics, part 30.30. Today we are going to discuss some problems, some questions. ഞാൻ പല ലെവലിലുള്ള ചോദ്യം തരും. Be prepared. First one, Heisenberg uncertainty principle is the consequence of dash. രണ്ട് ചോയ്സ് തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ. വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി, രണ്ടാമത്തേത് കോംപ്റ്റൺ എഫക്റ്റ്. ഇതിലേതിൻ്റെ കോൺസിക്വൻസ് ആണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? ഒരു സംശയവും വേണ്ട, വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി. വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്നായി ഗ്രൂപ്പ്, വേവ് ഗ്രൂപ്പ്, വേവ് പാക്കറ്റ്, ഈ കോൺസെപ്റ്റൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. പാർട്ടിക്കിൾ, ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ ക്ലാസിക്കൽ ഫിസിക്സിൽ പാർട്ടിക്കിൾ എന്ന് വിളിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ അത് ലോക്കലൈസ്ഡ്, അതിൻ്റെ പൊസിഷൻ പ്രിസൈസാണ്, കൃത്യമായിട്ട് അതിന് ലോക്കലൈസ്ഡ് പൊസിഷനുണ്ട്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ പാർട്ടിക്കിളിൻ്റെ, ക്ലാസിക്കൽ മെക്കാനിക്സിലെ പാർട്ടിക്കിളിൻ്റെ കൗണ്ടർ പാർട്ടാണ് വേവ് പാക്കറ്റ്. ഒരു വേവ് പാക്കറ്റ് ആയിട്ട് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ വേവ് പാക്കറ്റ് ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ഈ വേവ് പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് പൊസിഷനല്ല, ഒരു സ്പ്രെഡുണ്ട് അതിന്. ആ സ്പ്രെഡിനകത്ത് എവിടെയോ പാർട്ടിക്കിൾ ഉണ്ടെന്ന് മാത്രമേ ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്നുള്ളൂ. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലെ, ക്ലാസിക്കൽ മെക്കാനിക്സിലെ പാർട്ടിക്കിളിൻ്റെ കൗണ്ടർ പാർട്ടാണ് ക്വാണ്ടം മെക്കാനിക്സിൽ വേവ് പാക്കറ്റ്. അപ്പോൾ ആൻസർ വേവ് പാക്കറ്റ്, വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി. അടുത്ത ചോദ്യം, ഫോം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ യൂസിങ് ദി കോൺസെപ്റ്റ് ഓഫ് വേവ് പാക്കറ്റ്. വേവ് പാക്കറ്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദി പൊസിഷൻ ഓഫ്, ഓർ വേവ് പാക്കറ്റ് ഈസ് ദി മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഫോംഡ് ബൈ ദി സൂപ്പർപൊസിഷൻ ഓഫ് എ large number of waves differing in wavelength slightly. ചെറിയ ചെറിയ വ്യത്യാസമുള്ള വേവ് ലെങ്തുകൾ, വ്യത്യാസമുള്ള അനേകം വേവ്സ് ഇൻ്റർഫിയർ ചെയ്തിട്ട് സൂപ്പർപോസ് ചെയ്തിട്ടുണ്ടാകുന്ന മാക്സിമം, അതിനെയാണ് വേവ് പാക്കറ്റ് എന്ന് പറയുന്നത്. എണ്ണം കുറവാണ്, ഇപ്പോൾ 2-3 വേവ് കമ്പൈൻ ചെയ്യുന്നുള്ളൂ എങ്കിൽ ധാരാളം മാക്സിമങ്ങളുണ്ടാവും. സാധാരണ ഇൻ്റർഫറൻസിലൊക്കെ കാണുന്നതിൽ പല മാക്സിമങ്ങളുണ്ട്. പക്ഷേ വേവ്സിൻ്റെ എണ്ണം, ആസ് നമ്പർ ഓഫ് വേവ്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ദർ വിൽ ബി ഓൺലി വൺ പൊസിഷൻ ഓഫ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അതാ വേവ് പാക്കറ്റ്. ആ വേവ് പാക്കറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇതിനകത്ത് ഒത്തിരിയേറെ വേവ്സ് ചേർന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2 വേവ്സ് ചേർന്നിട്ടുണ്ടായിട്ടുള്ളൊരു വേവ് പാക്കറ്റായി കാണിച്ചിരിക്കുന്നു. ഈ പാർട്ടിക്കിള് എന്ന് ക്ലാസിക്കൽ മെക്കാനിക്സിൽ പറയുന്നത് ഇവിടെ ഈ വേവ് പാക്കറ്റാണ്. അപ്പോൾ ഈ വേവ് പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്പ്രെഡ് ഇത്രയുണ്ട്. ആ സ്പ്രെഡിനെ നമ്മൾ അൺസർട്ടനിറ്റി ഇൻ ദി പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒന്നിൽ കൂടുതൽ വേവ്സ് കമ്പൈൻ ചെയ്യുന്നതിന് മറ്റൊരു പേര് കമ്മ്യൂണിക്കേഷൻ പറയാറുണ്ട്, മോഡുലേഷൻ. അപ്പോൾ ഇത് മോഡുലേറ്റഡ് വേവാണ്. ആ വേവിൻ്റെ വേവ് ലെങ്ത് ദാറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം വേവ് ലെങ്ത് ഓഫ് ദി ഇൻഡിവിജ്വൽ വേവ്സ്. ഇപ്പോൾ ഈ മോഡുലേറ്റഡ് വേവിൻ്റെ വേവ് ലെങ്ത് നമ്മൾ ലാംഡ എം എന്ന് എഴുതും. എനിക്ക് തീർച്ചയായിട്ടും അത് ആ ഗ്രൂപ്പിലുള്ള മറ്റ് ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ വേവ് ലെങ്ത് അല്ല, ഇതൊരു പുതിയ വേവ് ലെങ്താണ്, എഫക്റ്റീവ് വേവ് ലെങ്താണ്. എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഹാഫ് ഓഫ് ദി വേവ് ലെങ്താണ്. സാധാരണ സ്ട്രിങ് വൈബ്രേഷൻ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഉള്ളത്. അപ്പോൾ ഇത് λm/2. ചുരുക്കത്തിൽ ഇവിടെ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ Δx എന്ന് പറഞ്ഞാൽ λm/2 ആണ്. λm stands for wavelength of the modulated wave. മനസ്സിലായോ? ഇനി നമ്മളിവിടെ 2 വേവ്സാണ് കമ്പൈൻ ചെയ്യുന്നത്. അതിൽ ഒന്നിൻ്റെ വേവ് നമ്പർ K1 എന്നിരിക്കട്ടെ, ഈക്വൽസ് K + Δk.
രണ്ടാമത്തെ വേവിൻ്റെ വേവ് നമ്പർ K2 ഈക്വൽസ് K മൈനസ് ഡെൽറ്റ കെ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് വളരെ കുറവാണ്. ഇനി ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ λm/2 ആണ്. പക്ഷേ നമുക്കറിയാം വേവ് നമ്പർ K ഈക്വൽസ് 2π/λ. therefore λ ഈസ് 2π/K. എങ്കിൽ ഇവിടുത്തെ ഡെൽറ്റ എക്സ് λm/2 അല്ലേ. ലാംഡയ്ക്ക് പകരം 2π/K/2. അപ്പോൾ 2π/2 K എഴുതുന്നതിനൊരു ഡെൽറ്റ K എന്ന് എഴുതണം. കാരണം ഈ സ്പ്രെഡ് മാത്രമേ ഇത്രയും സ്പ്രെഡേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ Kയ്ക്ക് പകരം ഇവിടെ ഡിഫറൻസ് ഇൻ K വരേണ്ട ഡെൽറ്റ എക്സ് എടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഈ 2 കൊണ്ട് പിന്നെ ഈ 2 കൊണ്ട് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ π/ഡെൽറ്റ K. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി K ഈക്വൽസ് വീണ്ടും K ഈക്വൽസ് 2π/λ. ദാറ്റ് ഈസ് 2π/h ഇൻറ്റു h/λ. h അങ്ങ് വെട്ടിപ്പോകും. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മുകളിലും താഴെ. h/λ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റമാണ്. ഇതൊക്കെ നമ്മൾ കണ്ട് പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് 2πp/λ. അങ്ങനെയെങ്കിൽ ഡെൽറ്റ കെ എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു ഡെൽറ്റ p/h. h ഫ്രം വിച്ച് ഡെൽറ്റ പി ഈക്വൽസ് h ഇൻറ്റു ഡെൽറ്റ k/2π. പക്ഷേ ഇവിടെ നമ്മൾ രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്തിരിക്കുന്ന അതിൻ്റെ ഡെൽറ്റ കെ എന്ന് പറഞ്ഞാൽ ആ രണ്ട് വേവിൻ്റെ വേവ് നമ്പേഴ്സ് നമ്മൾ ഡിഫറൻസ് എടുക്കണം. K1 മൈനസ് K2, K പ്ലസ് ഡെൽറ്റ കെ മൈനസ് ഓഫ് K മൈനസ് ഡെൽറ്റ കെ. ദറ്റ് ഈസ് 2 ഡെൽറ്റ കെ. എങ്കിൽ ഡെൽറ്റ പി ഈക്വൽസ് h/2π ഇൻറ്റു ഡെൽറ്റ കെയുടെ സ്ഥാനത്ത് 2 ഡെൽറ്റ കെ എന്ന് കിട്ടണം. ചുരുക്കത്തിൽ ആൻസർ h ഇൻറ്റു ഡെൽറ്റ k/π എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1ഉം 2ഉം കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ 1 ഡെൽറ്റ എക്സിനുള്ളതാണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈക്വൽസ് ഡെൽറ്റ എക്സ് π/ഡെൽറ്റ കെ ആയിരുന്നു ഇൻറ്റു ഡെൽറ്റ പി ഈസ് h ഡെൽറ്റ k/π. ആൻസർ ഈസ് h ഓർ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈക്വൽസ് h. ഇത് നമ്മൾ ഒരു നേരത്തെ ഒരു പ്രൂഫ് ഇതിൻ്റെ നമ്മൾ എടുത്തതാണ്. ബോറിൻ്റെ ഹൈപ്പോത്തറ്റിക്കൽ എക്സ്പെരിമെൻ്റ് ഉപയോഗിച്ച് മൈക്രോസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ് വെച്ചൊരു ഡെറിവേഷൻ എടുത്തിട്ടുണ്ട്. ഇത് മറ്റൊരു മെത്തേഡ് എന്നുള്ളതേ ഉള്ളൂ. വേവ് പാക്കറ്റിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്തതാണ് ഇപ്പം ഞാൻ കാണിച്ചത്. ഇത് സൂക്ഷിച്ച് പഠിച്ചു വെക്കുക, പ്രയോജനം ചെയ്യും. ഫസ്റ്റ് എൻ്റെ സ്റ്റെപ്പുകൾ ഞാനൊന്നുകൂടെ കാണിക്കുന്നു. കമ്പൈൻ ചെയ്ത് രണ്ട് വേവ്സിൻ്റെ വേവ് നമ്പേഴ്സ്, പിന്നെ ഈ ഫിഗർ അനുസരിച്ച് ഡെൽറ്റ എക്സ് അൺസർട്ടനിറ്റി ഇൻ ദി പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ഡെൽറ്റ m/2 K 2π/λ or the lambda is 2π/K. ഡെൽറ്റ എക്സ് ഈക്വൽസ് λ 2π/2 ഇൻറ്റു കെ എന്നാ വരണ്ട. കെക്ക് വരും നമ്മൾ ഡെൽറ്റ കെ എന്നുള്ളൂ. ദറ്റ് ഈസ് 2 ഇൻറ്റു ക്യാൻസൽ ദിസ് മച്ച്. അപ്പോൾ ബാക്കി അടുത്ത സ്റ്റെപ്പ് and so on. That's all. And the question next one. Wave function of an electron beam. Electron beam is given as psi equals capital A into e raised to I by h cut into bracket nagathu px minus et. Show that the probability current density SC equals P by m ഇൻറ്റു മോഡുലസ് ഓഫ് എ സ്ക്വയർ. ഇതാ വേവ് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അത് ഞാൻ ചെയ്യുന്ന കൂട്ടത്തിലൊന്നുകൂടെ കാണിക്കാം. വേവ് ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഇതാ psi ഈക്വൽസ് എ e raised to I by h cut ഇൻറ്റു പി എക്സ് മൈനസ് ഇ ടി.
ഇതെല്ലാം ആ ബേസിക് വേവ് ഇക്വേഷനിൽ ഫോം ചെയ്യുന്നതാണ്. പല രീതിയിൽ അത് ഞാൻ 1-2 രീതി കാണിച്ചു നേരത്തെ. ഈ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഡിസ്കസ് ചെയ്യാനും പ്രോബബിലിറ്റി ഡിസ്കസ് ചെയ്യാനും ഒക്കെ എടുത്ത കൂട്ടത്തിൽ അത് ഞാൻ ഇത് കാണിച്ചതാണ്. ഇങ്ങനെ പല ഫോമിൽ എഴുതാം വേവ് ഇക്വേഷൻ. ഇത് സൈനും കോസും തന്നെയാണ്. ഇതിൻ്റെ റിയൽ പാർട്ട് കോസ്, സൈൻ ഇമാജിനറി പാർട്ട് എടുത്താൽ സൈൻ വരും. വൈക്കതേ സൈൻ ഒമേഗ 2π/λ ഇൻറ്റു VT - x എന്നുള്ളത് തന്നെയാണ്. അത് തിരിച്ചും മറിച്ചും ഒക്കെ പല ഫോമിൽ എഴുതാം. എങ്കിൽ ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് സൈ സ്റ്റാർ, ഇതാ തന്നിരിക്കുന്ന വേവ് ഫംഗ്ഷൻ. അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് സൈ സ്റ്റാർ ഈക്വൽസ് ഈ ഐ അങ്ങ് -i ആക്കണം. ആ മൈനസ് അങ്ങ് ബ്രാക്കറ്റിനകത്തോട് എടുത്താൽ മതി. ഇത് PX - ET ആണ്. അപ്പോൾ ഇവിടുത്തെ മൈനസ് എടുത്ത് അകത്തോട് കൊടുക്കുമ്പോൾ ET - BX എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ചെയ്താൽ എയും കോംപ്ലക്സ് നമ്പറായിട്ടാണ് നമ്മൾ ജനറലായിട്ട് പറയുക. അപ്പോൾ എ സ്റ്റാർ അല്ലെ മോഡുലസ് ഓഫ് എയുടെ സ്ക്വയർ ഏതെങ്കിലും എടുത്താൽ മതി. ഇനി പ്രോബബിലിറ്റി കറണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. S = h/2mi ഇൻറ്റു സൈ സ്റ്റാർ ഡെൽ സൈ മൈനസ് സൈ ഡെൽ സൈ സ്റ്റാർ. ഇത് 3 ഡയമെൻഷണൽ കേസാണ്. നമ്മൾ 1 ഡയമെൻഷണൽ കേസ് എടുക്കുക. എക്സിൻ്റെ ഡയറക്ഷൻ മാത്രം എടുത്താൽ ഡെൽ എന്ന് പറയുന്നത് ഡോ/ഡോ/x, ഗ്രേഡിയൻ്റ് ഓഫ് സൈ. എൻ്റെ വെക്ടർ ഫോമിൽ നമ്മളിപ്പോൾ ഓർഡിനറി സ്കെയിലർ ഫോമിലങ്ങ് ചെയ്യുക. അപ്പോൾ S = IJK ഒന്നും എടുക്കുന്നില്ല, X കമ്പോണൻറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ യൂണിറ്റ് വെക്ടർ ഇവിടെ തല്ലി കയറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ S = h/2mi ഇൻറ്റു സൈ സ്റ്റാർ ഇൻറ്റു ഡെൽ എന്നുള്ള ഇപ്പോൾ ഡോ/ഡോ/x സൈ മൈനസ് സൈ ഡോ സൈ സ്റ്റാർ/ഡോ/x. ഇനി ഇവിടുന്ന് ഈ ഡോ സൈ/ഡോ/x കാണണം. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം എക്സ് കൊണ്ട്, ഇതിനെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഡോ സൈ/ഡോ/x എന്ന് പറയുമ്പോൾ A ഇൻറ്റു I/h ഇൻറ്റു P പുറത്തു വരും ഇൻറ്റു e⁻⁴ ഡിഫറൻഷ്യൽ A ഇൻറ്റു e⁻⁴. അപ്പോൾ ഡോ സൈ/ഡോ/x ഈക്വൽസ് A ഇൻറ്റു PI/h ഇൻറ്റു e⁻⁴ ഇൻറ്റു PX - CT. എങ്കിൽ നമുക്കിവിടെ സൈ സ്റ്റാർ ഇൻറ്റു ഡെൽ സൈ ആവേണ്ട, സൈ സ്റ്റാർ ഇൻറ്റു ഡോ സൈ/ഡോ/x ആവേണ്ടത്. അപ്പോൾ സൈ സ്റ്റാർ ഇൻറ്റു ഡോ സൈ/ഡോ/x എന്ന് പറയുമ്പോൾ സൈ സ്റ്റാർ ഇവിടെ A⁻⁴ ഇൻറ്റു ET - PX ഇൻറ്റു ഇൻറ്റു ഡോ സൈ/ഡോ/x I/h A P e⁻⁴ ഇൻറ്റു PX - CT. ഈ രണ്ട് എക്സ്പോണൻഷ്യൽ ടൈം ഒന്ന് പ്ലസും ഒന്ന് മൈനസുമാണ്. e⁻⁴ പ്ലസ് e⁻⁴ പ്ലസ് e⁻⁻θ എന്ന് പറഞ്ഞാൽ e⁻⁴ ദാറ്റ് ഈസ് 1. അപ്പോൾ എക്സ്പോണൻഷ്യൽ ടൈം അങ്ങ് 1 ആകും. പോയിട്ട് what do you get? 2A വരത്തില്ലേ? A അതായത് മോഡൽ അത് കോംപ്ലക്സ് ഫോം ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചോദ്യത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ അങ്ങനെ എഴുതി കൊടുക്കുക. മോഡുലസ് ഓഫ് A² ഇൻറ്റു P/m അല്ല AP² I/h. ഇതുപോലെ സൈ സ്റ്റാർ കാണും. ഈ ഡോ സൈ സ്റ്റാർ/ഡോ/x കാണണമല്ലോ. അപ്പോൾ ഇവിടെ PX ഇവിടെ വന്നിരിക്കുന്നത് അത് -PX ഉണ്ട്. ഇതേ റിസൾട്ട് തന്നെ, ഒരു മൈനസ് വരുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഡോ സൈ സ്റ്റാർ/ഡോ/x എന്ന് പറഞ്ഞാൽ -A² PI/h എന്ന് വരും. സൈ ഇൻറ്റു ഡോ സൈ സ്റ്റാർ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ വരും. മൈനസ് ഇത് പ്ലസ് ഇത് മൈനസ്. ആ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം വരുന്ന മൈനസ് ആയത് -PX എന്ന എക്സ്പോണൻറ്റ്. എങ്കിൽ എസിൻ്റെ ഫോർമുലയിലോട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ S = h/2mi ഇൻറ്റു ദിസ് മൈനസ് ദിസ് മൈനസ് ദിസ്. ഇത് പ്ലസ് ആകും. ഇവിടുത്തെ ആൻസർ S =
h cut by 2mi into 2a square pi by h cut. 2i h cut ഒക്കെ പോയിട്ട് s ഈക്വൽസ് പി ബൈ എം ഇൻറ്റു എ സ്ക്വയർ എന്ന് വരും. പി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റമാണ്. എം വി ബൈ എം ഇത് വെലോസിറ്റിയാണ്. ചുരുക്കത്തിൽ വെലോസിറ്റി ഇൻറ്റു എ സ്ക്വയർ. ഈ എസ് എന്ന് പറയുന്ന സത്യത്തിൽ ദറ്റ് ഈസ് റെപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ബീം ക്രോസിങ് യൂണിറ്റ് ഏരിയ ഇൻ 1 സെക്കൻഡ്. അത് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇത് പ്രൂവ് ചെയ്യാനാണ്. പി ബൈ എം ഈസ് വി. അത് ഇത് എഴുതണമെന്നില്ല. ചോദ്യം ഇത്രയേ ഉള്ളെങ്കിൽ അത്രയും ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ കൂടുതൽ ചോദ്യങ്ങളും ഒക്കെ അടുത്ത പോസ്റ്റിക്സിൽ വരും. താങ്ക് യു.